ജയ് എലിസബത്ത് ഉദയന്റെ വീഡിയോസ് ഒക്കെ ഇപ്പൊ ബാല ഇച്ചിരി പേടിപ്പിച്ചു എന്ന് നമ്മൾ കഴിഞ്ഞ ഡിസ്കഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും അതെ, ബാലയും കാണുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ബാല അന്ന് ഒരു ലാസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നത് ഒരു ചെറിയ ഷോട്ട് പോലെ എല്ലാത്തിനും മറുപടിയായിട്ട് നാം വരും എന്നൊക്കെ പറഞ്ഞാണ് പുള്ളി അന്ന് വീഡിയോ ചെയ്യുന്നത്. ഇച്ചിരി ഒരു ഇറിറ്റേറ്റഡ് ആയിട്ടാണ് പുള്ളി അതൊക്കെ ചെയ്യുന്നത്, സംസാരിക്കാനൊക്കെ ഒരു പേടിയുള്ള പോലെ. അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. പക്ഷെ എന്ത് തന്നെ ആയാലും ഇപ്പോൾ ഏറ്റവും അധികം ഞെട്ടിക്കുന്ന ഒരു വാർത്ത പുറത്തു വന്നിരിക്കുന്നത് ബാല അയാളുടെ ഇപ്പോഴത്തെ ഭാര്യ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന കോകിലയെ എടപ്പള്ളി രജിസ്റ്റർ ഓഫീസിൽ വെച്ച് ഒഫീഷ്യലി രജിസ്റ്റർ ചെയ്തു എന്നാണ് പുള്ളിക്കാരൻ തന്നെ പറയുന്നു. കൺഗ്രാജുലേറ്റ് കോകിലയ്ക്ക് കൺഗ്രാജുലേഷൻസ് പുള്ളി തന്നെ എടുത്തിരിക്കുന്നത്. കോകിലെ അഭിനന്ദിക്കും, നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ. നമ്മളെന്തിനാണ് കോകില അല്ലേ? ജനങ്ങൾക്കാണല്ലോ ഇപ്പൊ കിടക്കപ്പുറത്തില്ലത്. എന്തായാലും എലിസബത്തിന്റെ ഒരു കയ്യിൽ അല്ലെങ്കിൽ എലിസബത്തിന് അനുകൂലമായിട്ട് നിയമം വരുമെന്നോ അല്ലെങ്കിൽ കോടതി എലിസബത്തിനൊപ്പം നിൽക്കുമോ എന്നുള്ള ഭയം കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല. എന്തായാലും മറ്റേ ഈ ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കുന്ന പരിപാടിയൊക്കെ ബാല നിർത്തി. കാരണം അതൊന്നും കണ്ട് ഇനിയിപ്പോൾ എലിസബത്ത് ഉദയം പേടിക്കാൻ പോകുന്നില്ലെന്ന് ഒരു എക്സ്ട്രീം സ്ട്രോങ് ആയി മാറിക്കൊണ്ടിരിക്കുകയെന്ന് ഓരോ ദിവസവും മനസ്സിലാക്കിയത് കൊണ്ടോ എന്തോ എന്തായാലും നിയമത്തിന്റെ വഴിയെ തന്നെ അയാൾക്ക് അയാൾ ഒരു ഷീൽഡ് ആക്കിയിട്ടാവണം ഒരു പക്ഷേ ഈ രജിസ്റ്റർ മാരേജ് ഒപ്പിച്ചു വെച്ചിട്ടുണ്ടാവുക. എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ ഭാര്യ അമൃത സുരേഷിന് ശേഷം ലീഗലായിട്ട് ഒരു വ്യക്തിയെ പോലും ബാല വിവാഹം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ലഭ്യമായ വിവരം. എന്തായാലും ഈ പറഞ്ഞ പോലെ തന്നെ കേസ് കോടതിയുടെ പരിഗണനയിലാണ്. എലിസബത്ത് കൃത്യമായിട്ട് തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് വളരെ ബോൾഡ് ആയിട്ട് പ്രതികരിക്കുന്നുണ്ട് ഓരോ കാര്യത്തിനും. കമന്റുകൾ പോലും എടുത്തു വെച്ചിട്ട് കൃത്യമായിട്ട് പ്രതികരിക്കുന്നുണ്ട്. അതായത് എനിക്കിത് വലിയ കാര്യമല്ല എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ ഇത് ഇങ്ങനെയൊക്കെയാണോ, എനിക്ക് ഇത്രയൊക്കെ നീതി കിട്ടുള്ളൂ എന്നൊക്കെയുള്ള രീതിയിൽ ചില സംശയങ്ങളും ചോദിക്കുന്നുണ്ട്. എന്തായാലും കോകില എന്ന് പറയുന്ന ബാല അത്താപ്പൊണ്ണ് എന്ന് പറഞ്ഞ് കൊണ്ട് നടന്നിരുന്ന താൻ തന്നെ എടുത്ത് വളർത്തിയിരുന്ന കുട്ടിയാണ് എന്ന് പറയാൻ പോലും സ്വന്തമായിട്ട് നാണം തോന്നില്ലെങ്കിൽ പോലും ബാല തന്നെ അത് സമ്മതിക്കുന്നുണ്ട്. എന്നെക്കാട്ടി 20 വയസ്സിന് കുറവാണ് കോകിലയ്ക്ക് എന്നുള്ള കാര്യം. അതുകൊണ്ട് ഇനി ഏതെങ്കിലും ലീഗൽ പരമായിട്ട് കോകിലയെ നിയമപരമായിട്ട് വിവാഹം ചെയ്തിട്ടില്ലെങ്കിൽ പോലും അതും ബാലയ്ക്ക് കേസിൽ വലിയ തിരിച്ചടിയാകും എന്നുള്ള തോന്നലൊക്കെ ആയിരിക്കും. എന്തായാലും ഏറ്റവും ഒടുവിൽ ഇടപ്പള്ളി രജിസ്റ്റർ ഓഫീസിലെ കൊച്ചി ഇടപ്പള്ളി രജിസ്റ്റർ ഓഫീസിൽ ബാലയും കോകിലയുമായിട്ട് നിൽക്കുന്ന ചില ഫോട്ടോസും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി പോവുകയാണല്ലേ. ബാലയുടെ തന്നെ അക്കൗണ്ടിൽ, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ബാല തന്നെ ഷെയർ ചെയ്തിരിക്കുന്നതാണ് ആ വീഡിയോ. കുറച്ച് ഫോട്ടോസ് ഒക്കെ ആയിട്ട് കോകില നാണത്തോടെ നിൽക്കുന്നു. അപ്പുറത്തെ റൂമിലിരുന്ന് ബാല എന്തോ ഒപ്പിടുന്നു. അപ്പോൾ കൺഗ്രാജുലേറ്റ് കോകില എന്ന് പറയുന്നതാണ്. അത് വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. വീഡിയോ ഇൻസ്റ്റാഗ്രാമിലാണ് പങ്കുവച്ചിരിക്കുന്നത്. യൂട്യൂബിലൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. കാരണം ആൾക്കാർ കളിയാക്കി ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. എലിസബത്തിനെ പേടിച്ച് ചാനൽ പോലും പൂട്ടിപ്പോയ അവസ്ഥയാണോ എന്നൊക്കെ കമന്റ് ചോദിക്കുന്നുണ്ടായിരുന്നു ആൾക്കാർ. മറ്റു കുറച്ച് ചെറിയ ഓൺലൈൻ ചാനലുകളിൽ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു, ബാല പേടിച്ചിട്ട് ഇപ്പൊ അനങ്ങുന്നൊന്നുമില്ല, ബിരിയാണി വെപ്പും മറ്റേ ഇതൊന്നും ഇല്ല, എല്ലാ ദിവസവും എന്തെങ്കിലും വ്ലോഗ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതെ, വിഷു പടക്കം ബാല എടുത്തു നിർത്തി പൊട്ടിക്കുന്നു, കോകില എടുത്തു നിർത്തി പൊട്ടിക്കുന്ന സീനൊക്കെ നമ്മൾ കണ്ടതാണ്. ജനങ്ങൾ എന്തൊക്കെ ഇനി കാണണമെന്ന് നമുക്ക് അറിഞ്ഞൂടെ. എന്തായാലും 250 കോടിയും കൊണ്ടേ കോകില പോകത്തുള്ള കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായി. കാരണം ലീഗലി വെഡഡ് വൈഫാണല്ലോ. എന്തായാലും ഇനിയിപ്പം ഡിവോഴ്സ് ചെയ്യണമെങ്കിൽ നൂലാമാലകളുണ്ട്. അതിനെന്തായാലും ബാല കുറച്ച് ഓടേണ്ടി വരും. എന്തായാലും ആൾക്കാർക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല കോകില എത്ര കാലം ഇയാൾ കൊണ്ടു നടക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം വളരെ പ്രമാദമായി ഇയാൾ വിവാഹം കഴിച്ച പല മാരേജുകളിൽ നിന്നും ഇയാൾ അങ്ങനെ തന്നെയാണ് ഊരി പോന്നിരിക്കുന്നത്. അവരെ മാക്സിമം പീഡിപ്പിച്ച് കൊല്ലാറാക്കി, അവർക്ക് പറ്റുമെങ്കിൽ ഒരു കുഞ്ഞിനെയും കൂടെ കൊടുത്ത് അതിനെയും ഉപേക്ഷിച്ച് അതിനും ചെലവിന് കൊടുക്കാത്ത വലിയ മാന്യനായിട്ടൊരു വ്യക്തിയാണ് ഈ ബാല എന്ന്. അയാളെ കുറിച്ച് നമ്മൾ ചുമ്മാ പറയുന്നതല്ല, സത്യങ്ങൾ അങ്ങനെയായിരുന്നു. തീർച്ചയായിട്ടും പറഞ്ഞാണെങ്കിൽ ഇത്രയും വലിയ കോടികളുടെ സ്വത്തുക്കളുടെ ഉടമയാണ്. അതുകൊണ്ട് തന്നെ ലീഗലി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിനെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് അഡ്വക്കേറ്റ്സിനെ വിലക്കെടുക്കാനുള്ള എല്ലാ സോഴ്സുകളും എല്ലാ പണവും എല്ലാം ബാലയുടെ കയ്യിൽ സ്വന്തമായിട്ടുണ്ട്. അതിൽ ഒരുപക്ഷെ അഡ്വക്കേറ്റ്സിന്റെ തന്നെ ഉപദേശപ്രകാരമായിരിക്കാം ഇങ്ങനൊരു കേസ് അല്ലെങ്കിൽ ഇങ്ങനൊരു അലിഗേഷൻ വന്നിട്ടുണ്ട്, കോടതിയുടെ കൃത്യമായ നടപടികൾ ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ എവിഡൻസ് ഒക്കെ ചോദിച്ചു വരുന്നൊരു ഘട്ടത്തിൽ കോകിലെ വിവാഹം ചെയ്തിട്ടുണ്ട് എന്നറിയിക്കേണ്ടത് തനിക്ക് എടുക്കുന്ന ഏറ്റവും വലിയ ഡിഫൻസ് ആയിട്ട് മാറും, അല്ലെങ്കിൽ അത് കേസിൽ ഉപകാരപ്പെടും എന്നൊക്കെയുള്ള അഡ്വക്കേറ്റ്സിന്റെ ഉപദേശം കൂടിയൊക്കെ ആയിരിക്കാം. പിന്നെ അതേപോലെ കണക്കാണ് നമ്മൾ ശാരിക പറഞ്ഞതുപോലെ തന്നെ ഈ സ്വത്തുക്കളൊക്കെ ഇനി കോകിലയുടെ പേരിലേക്ക് എഴുതി കൊടുക്കുകയാണോ, അതാണോ ഇനി ഇടപ്പള്ളി ഓഫീസിൽ നടന്നത് എന്നുള്ള കാര്യമൊക്കെ കമന്റ് ബോക്സിൽ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്. കാര്യം ബാല കൃത്യമായിട്ട് ഇത് എന്താണ് സംഭവിച്ചത്, ഇടപ്പള്ളി രജിസ്റ്റർ ഓഫീസിൽ എന്തിന്റെ രജിസ്ട്രേഷൻ ആണ് നടന്നത് എന്നുള്ള കാര്യം ബാല പറയുന്നില്ല. ബാല അതൊരു പുകമറാക്കി വെച്ചിരിക്കുകയാണ്. അധികം വൈകാതെ തന്നെ പറയുമെന്ന്. 1 മാസത്തിനുള്ളിൽ അവര് പത്രസമ്മേളനം നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഈ 1 മാസം അവധി എനിക്ക് തോന്നുന്നു നമ്മുടെ സാധാരണ രജിസ്റ്റർ മാരേജിന് 45 ദിവസത്തോളം ഒരു നോട്ടീസ് പീരീഡ് ഉണ്ട്. അതായത് സാധാരണഗതിയിൽ നമ്മുടെ ഈ ഏത് രജിസ്റ്റർ ഓഫീസാണ് നമ്മുടെ പരിധി, അവിടെ കൊണ്ട് വിവാഹം രജിസ്റ്റർ ചെയ്യുമ്പോൾ 45 ദിവസം അവിടെ നോട്ടീസ് ബോർഡിൽ ഈ നോട്ടീസ് പതിപ്പിക്കും. നമ്മുടെ വരന്റെയും അല്ലെങ്കിൽ ഈ ഭാവി വരന്റെയും വധുവിന്റെ ഒക്കെ ഫോട്ടോ വെച്ചിട്ട് ഈ വിവാഹത്തിൽ അല്ലെങ്കിൽ ഈ ഒരു രജിസ്ട്രേഷനിൽ ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ അവർക്ക് അറിയിക്കാനുള്ള ഒരു സാവകാശമാണ് 45 ദിവസം. അത് പലപ്പോഴും ചില കൈമടക്കുകളൊക്കെ കൊടുത്തിട്ട് പല രജിസ്റ്റർ ഓഫീസിൽ മുക്കാറുമുണ്ട്. അതിൽ ആ ഒരു പ്രോസസ്സിന്റെ കാലാവധി കഴിഞ്ഞതിന് ശേഷം മീഡിയയെ കാണാമെന്നുള്ള
ഉദ്ദേശത്തിലാണോ ഇനി ഒരു പക്ഷേ ബാല 1 മാസം എന്നുള്ളൊരു കണക്ക് എന്തായാലും എലിസബത്ത് തന്നെ കഴിഞ്ഞ വീഡിയോയിൽ എലിസബത്ത് പറയുന്നുണ്ട് ഈ അവരെ ബാലയുടെ തന്നെ ഏതോ ടീമുകൾ സുഹൃത്ത് പോലെ ആരാധക വൃന്ദം അവരെ വല്ലാതെ ബുള്ളിങ് ചെയ്യുന്നതായിട്ട് പറഞ്ഞ സ്ക്രീൻഷോട്ടൊക്കെ ഇടുന്നുണ്ടായിരുന്നു. അപ്പം അതിനകത്ത് അവർ പറയുന്നുണ്ട് കേസ് കൊടുത്തപ്പോൾ ആദ്യം നീ ആരാ ബാലയുടെ, നീ ബാലയെ ലീഗലി ഒന്നും അല്ലല്ലോ വെഡ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞ് പോലീസുകാർ കേസെടുക്കുമ്പോൾ അങ്ങനെ കേസെടുക്കാൻ തയ്യാറായിരുന്നില്ല എന്നാണ് ബാല പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പോൾ ക്ഷമിക്കുക, ബാലയല്ല എലിസബത്ത് പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ അന്ന് എലിസബത്ത് അവരുടെ വീഡിയോയിൽ പറഞ്ഞത് എന്റെ ഭർത്താവെന്ന് തന്നെയാണ് കേസിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്, പരാതിയിലൊക്കെ പോലീസുകാർ തന്നെ ഭർത്താവെന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എലിസബത്തിന് തന്നെ സംശയമുണ്ട്, മുൻ ഭർത്താവെന്ന് വിളിക്കാൻ ഞാനുമായിട്ട് ലീഗലി ഡിവോഴ്സ് ആയിട്ടില്ല, ഭർത്താവെന്ന് വിളിക്കാൻ ലീഗലി വെഡ് ചെയ്തിട്ടുമില്ല, കല്യാണവും കഴിച്ചില്ല, പിന്നെ എങ്ങനെ വിളിക്കുമെന്നാണ് എലിസബത്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ എലിസബത്ത് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ബാലയൊന്ന് പേടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം എല്ലായിടത്തും അവർ തന്നെ പറയുന്നുണ്ട് എന്റെ ഭർത്താവെന്ന് തന്നെയാണ് കേസിലൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഇയാളെ സംബന്ധിച്ചിടത്തോളം എലിസബത്ത് ഒരു ചോദ്യം ചോദിച്ചിരുന്നു, ലോകം അറിയേ അല്ലെങ്കിൽ മാധ്യമങ്ങൾ അറിയേ സിനിമാക്കാരറിയേ വലിയ വമ്പനായിട്ടുള്ള കോലാഹലങ്ങളോടുകൂടിയാണ് എലിസബത്തിന് ഇയാൾ വിവാഹം കഴിക്കുന്നത്. വലിയ വമ്പൻ റിസപ്ഷനൊക്കെ ആയിരുന്നു, നല്ല മനോഹരമായിട്ട് തന്നെ എലിസബത്തിന് ഒരുക്കി അടിപൊളി റിസപ്ഷനൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതൊക്കെ കേരളത്തിൽ നടക്കുമോ എന്നാണ്, അല്ലെങ്കിൽ ഇതൊക്കെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഇങ്ങനെ നടക്കുമോ, നിയമപരമായിട്ടല്ലായിരുന്നെങ്കിൽ എങ്ങനെയാണ് ഒരാൾക്ക് ഇങ്ങനെയൊക്കെ ആൾക്കാരെയൊക്കെ വിളിച്ച് പറ്റിക്കാൻ സാധിക്കുക എന്നാണ് അന്ന് എലിസബത്ത് ചോദിച്ചത്. അപ്പോൾ ഇതിനൊന്നും മറുപടി കൊടുക്കേണ്ടത് കോടതിയാണ്. ഒരാളെ ഇങ്ങനെയൊക്കെ കോടതിയെയും നമ്മുടെ നിയമവ്യവസ്ഥയൊക്കെ ഒരു സിനിമാ നടൻ, പ്രത്യേകിച്ചും സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു നടൻ, അയാളുടെ ഫാമിലി അങ്ങനെ തന്നെയാണ്, അയാളുടെ ഫാമിലിയിലുള്ളവരും സംവിധായകരും പ്രശസ്തരായിട്ടുള്ള ആൾക്കാരുമാണ്, അയാൾക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ സാധിക്കുന്നു? ശരിക്കും ഒരു പെർവേർട്ടാണോ, അയാളൊരു അബ്യൂസറാണ്? വേറെ ഒന്നിനും എലിസബത്തിന് നീതി കിട്ടിയില്ല. ഇപ്പോൾ കല്യാണം കഴിഞ്ഞു, കല്യാണം കഴിച്ചില്ല, സ്വത്തൊന്നും കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ അവർ അനുഭവിച്ച ട്രോമ, ഫിസിക്കലി ആൻഡ് മെന്റലി അനുഭവിച്ച കുറെ ട്രോമകളുണ്ട്. അതിനെന്തായാലും ബാല മറുപടി പറഞ്ഞേ മതിയാവുമെന്ന് തോന്നുന്നു. കാരണം അത്രമാത്രം തെളിവുകൾ എലിസബത്തിന്റെ കയ്യിലുണ്ട്. അവർ അത്രമാത്രം ട്രോമ അനുഭവിച്ചു, അവർ സൂയിസൈഡ് ചെയ്യാൻ പലവട്ടം തുനിഞ്ഞവരാണ്, എന്നിട്ട് പോലും അതിന്റെ അറ്റത്തുനിന്ന് തിരിച്ചു വന്ന ആളാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഇപ്പോൾ IB ഉദ്യോഗസ്ഥരുടെ കേസായാലും ഇത്ര മാസങ്ങൾക്ക് ഇപ്പുറവും അയാളെ പോലീസ് പൊക്കി. ബിക്കോസ് അവൻ കാരണമാണ് അവർ മരിച്ചെന്നുള്ള തെളിവുകൾ അവരുടെ കയ്യിലുണ്ട്. എന്തായാലും എലിസബത്ത് ആ വഴിക്ക് പോയില്ല. അത് ആ കുട്ടിയുടെ ധൈര്യം ഒന്നുകൊണ്ടും അവരുടെ ഫാമിലിയുടെ സപ്പോർട്ട് കൊണ്ടും മാത്രമാണ്. അവരുടെ ധൈര്യം എന്നാണ് ഏറ്റവും കൂടുതൽ പറയേണ്ടത്. അതുകൊണ്ടാണ് അവരുടെ ഫാമിലി ഇപ്പോൾ സപ്പോർട്ടായിട്ട് വന്നിരിക്കുന്നത്. പോലും ഒരുപാട് ബോൾഡായിട്ട് മാറി. അതെ, ബാല ആഗ്രഹിച്ചിരുന്നത് എലിസബത്തിനെ ഒരു പക്ഷേ മറ്റേ IB ഉദ്യോഗസ്ഥൻ സുഗാന്ത് ആഗ്രഹിച്ചിരുന്ന പോലെ എലിസബത്തിനെ ഡിപ്രഷനിലേക്ക് തള്ളിവിട്ട് മെന്റലി ടോർച്ചർ ചെയ്ത് ആത്മഹത്യ ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ ജീവിതം നശിപ്പിക്കുക. അല്ലെങ്കിൽ ബാല തന്നെ പലവട്ടം പറഞ്ഞു, നിങ്ങൾ മകളെ എവിടെയെങ്കിലും കൊണ്ട് കാണിക്കൂ, മാനസിക ആശുപത്രിയിൽ കാണിക്കുമെന്ന് ബാല തന്നെ പലരെയും കൊണ്ട് എലിസബത്തിനോട് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ നാട്ടുകാരുടെ മുന്നിൽ പറയുന്നതൊക്കെ സത്യമല്ല. ഒരു മാനസിക രോഗി സ്വാഭാവികമായിട്ട് പറയുന്ന കാര്യങ്ങളിൽ വിശ്വാസക്കുറവ് ഉണ്ടാകുമല്ലോ സമൂഹത്തിൽ. അതുകൊണ്ട് തന്നെ ഈ ഡിപ്രഷനൊക്കെ മരുന്ന് കഴിക്കുന്ന വ്യക്തിയാണ് ആണെങ്കിൽ തന്നെ ഇപ്പൊ എന്താണ് നമ്മൾ ഈ പറഞ്ഞ കണക്ക് പല ഘട്ടങ്ങളിൽ ലൈഫിന്റെ പല സ്റ്റേജുകളിലും ഡിപ്രഷനിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപക്ഷെ അതിന് മെഡിക്കൽ സപ്പോർട്ടും മെഡിസിൻ കഴിക്കേണ്ട ആവശ്യമൊക്കെ ഉണ്ട്. പക്ഷെ അത് ലൈഫ് ലോങ് നിലനിൽക്കുന്ന ഒരു കാര്യമൊന്നും അല്ലല്ലോ. ആ രീതിയിൽ എലിസബത്ത് ഒരു മാനസിക രോഗിയാണ്, ഡിപ്രഷന് ഗുളിക കഴിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ എലിസബത്ത് പറയുന്ന കാര്യങ്ങൾക്കൊന്നും മുഖവിലേക്ക് എടുക്കേണ്ട ആവശ്യമില്ല എന്നൊന്ന് വരുത്തി തീർക്കാനായിട്ട് ഒരുപാട് കാലം ബാല ശ്രമിച്ചിരുന്നു. പക്ഷേ കൃത്യമായിട്ട് തന്നെ കാര്യം നമ്മുടെ പൊതുജനത്തിന് പൊതുസമൂഹത്തിന് മനസ്സിലായി എന്നുള്ള കാര്യമാണ് അല്ലേ? അതുകൊണ്ട് തന്നെ എലിസബത്തിനെ ബാല എന്ന് പറഞ്ഞ നടൻ വല്ലാതെ ഭയപ്പെട്ടു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്, അത് വല്ലാതെ ഭയപ്പെടുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ രജിസ്റ്റർ മാരേജ്, ഇപ്പോൾ എടുപിടിയിൽ നിന്ന് നടത്തിയ രജിസ്റ്റർ മാരേജ്. കാരണം കല്യാണം കഴിഞ്ഞ വർഷം കാണാണ് നടത്തിയത്. ഈ ബാലയെക്കാളും ഏതാണ്ട് 20 വയസ്സ് ഇളയതാണ്, അല്ലെങ്കിൽ അത്രയും ഏജ് ഡിഫറൻസ് ഇവർ തമ്മിലുണ്ടെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ബാല തന്നെ പറയുന്ന കാര്യമാണ്. അത് മാത്രമല്ല, ബാല വിവാഹം കഴിച്ചിരിക്കുന്ന സ്ത്രീകളുടെ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും അയാളെക്കാളും ഒരുപാട് ഏജ് ഡിഫറൻസ് ഉള്ള പൊട്ടിക്കാളുകളായിട്ടുള്ള, ഇവൻ അമൃതയെ പോലും അങ്ങനെ നമുക്ക് പറയേണ്ടി വരും. കാരണം ആ കല്യാണം കഴിക്കുന്ന സമയത്ത് അമൃതയ്ക്കൊന്നും അറിഞ്ഞുകൂടാ. ഒരു പാട്ടുകാരി ആദ്യമായിട്ട് ഈ പറയുന്ന ഒരു മെയിൻ സാറ്റലൈറ്റ് ചാനലിൽ വന്നുകൊണ്ട് പാട്ട് പാടുകയും ലോകം എന്തെന്ന് അറിഞ്ഞു തുടങ്ങുകയും ചെയ്യുന്ന പ്രായത്തിൽ പ്രേമത്തിന്റെ പേരും പറഞ്ഞ് അവരെ വളച്ചെടുത്തിട്ട് കഠിനമായ സ്പെഷ്യൽ ഗസ്റ്റായ ബാലച്ചേട്ടാന്ന് ഇപ്പോഴും അമൃത ബഹുമാനത്തോടുകൂടി തന്നെയാണ് വിളിക്കുന്നത്. ഒരിക്കലും അയാളെന്നോ ഇയാളെന്നോ അവനെന്നോ ഇതുവരെ വിളിച്ച് നമ്മളാരും കേട്ടിട്ടില്ല. അത് അവരുടെ മര്യാദ. സോ ആ പ്രായത്തിൽ 18 വയസ്സുള്ള 18 വയസ്സ് തികഞ്ഞപ്പോഴേ കെട്ടിക്കൊണ്ട് പോയി. അങ്ങനെ ആ കുഞ്ഞിനെ, ആ പെൺകുട്ടിയെ മാക്സിമം ഉപദ്രവിക്കുകയും അതിനെ മാക്സിമം സെക്ഷലി ടോർച്ചർ ചെയ്യുകയും ചെയ്ത രായ്ക്ക് രാമൻ ഒന്നും വേണ്ടെന്നും പറഞ്ഞ് കുഞ്ഞുമായിട്ട് ഓടി നാട്ടിലേക്ക് പോകുന്ന വ്യക്തിയാണ് ഈ അമൃത എന്ന് പറയുന്നത്. എന്നിട്ടും അവരുടെ ഈ ലീഗൽ പ്രശ്നം കാരണം അവർക്ക് വാതുറന്നൊരു വാക്ക് പോലും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് എലിസബത്ത് എല്ലായ്പ്പോഴും ഇത് പറയാറുണ്ട്. അതുകൊണ്ടാണ് എലിസബത്ത് ആ ഒരു കെണിയിൽ പോയി രണ്ടാമത് വീണെന്നാണ് എലിസബത്ത് പറയുന്നത്. മറിച്ച് ഈ അമൃത തുറന്നിരുന്നെങ്കിൽ, ഇങ്ങനെയൊക്കെ ആയിരുന്നു ബാലയെന്ന് അറിഞ്ഞതെങ്കിൽ ഒരിക്കലും എലിസബത്ത് പോവില്ല. എലിസബത്തും ഇതുപോലെ ഇയാളുടെ സൗന്ദര്യവും ഇയാളുടെ ദാനശീലവും ഒക്കെ കണ്ട് വീണുപോയെന്നാണ് എലിസബത്ത് പറയുന്നത്.
സോ കോകിലയ്ക്കും അത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വേറൊന്നും കൊണ്ടല്ല, കോകില ഇതിപ്പോ മനസ്സിലാക്കി വരുമ്പോൾ ചിലപ്പോൾ എനിക്കൊന്നും ഇനി തുടങ്ങി കാണത്തില്ലായിരിക്കും ടോർച്ചറിങ്. മായാവലയത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ മോചിപ്പിക്കപ്പെടുമ്പോൾ അമൃത ആയിരിക്കത്തില്ല ഒരു പക്ഷെ കോകില എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ആവരുതെന്ന് തോന്നുന്നു. കാരണം അമൃത പേടിച്ച് ഒരു കുഞ്ഞൊക്കെ ആയി കഴിഞ്ഞപ്പോൾ അവൾ അതിന്റെ ഒരു പാരന്റ്ഹുഡിന്റെയും പ്രശ്നങ്ങളും ഒക്കെ വെച്ച് അതിന്റെ മെന്റൽ ഹെൽത്ത് ഓർത്തിട്ട് ഒരിക്കലും അമൃത ഒരു കാര്യങ്ങളും പറഞ്ഞിരുന്നില്ല. അത് ആ കുട്ടിയുടെ ഭാവിയെ ബാധിക്കുന്നു കരുതി. പക്ഷേ കോകില അങ്ങനെ ആവാതിരിക്കട്ടെ. കാരണം കോകിലയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു മാസത്തിന് കഴിഞ്ഞാൽ ഇത് ലീഗലി രജിസ്റ്റേർഡ് ആവും. ലീഗലി രജിസ്റ്റേർഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ഈ എല്ലാത്തിനും അവകാശി കോകില തന്നെയാണ്. സോ അതിനിടയ്ക്ക് എലിസബത്തിന് ചിലപ്പോൾ ചെല്ലാൻ പറ്റുമായിരിക്കും. ഇനിയിപ്പോ എന്തായാലും കളികൾ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. സ്വാഭാവികമായിട്ട് ഇങ്ങനത്തുള്ള കേസുകളൊക്കെ അറിയുമ്പോഴും അല്ലെങ്കിൽ സംഭവിക്കാൻ ചരിത്രമൊക്കെ വായിക്കുമ്പോഴത്തേക്കും കോകിലയ്ക്ക് ഒരു പേടി ഉണ്ടായിട്ട് കോകില തന്നെ നിർബന്ധിച്ചതാണോ എന്ന് നമുക്കറിയില്ല. കാരണം പിന്നെ ഈ പറയുന്ന കോകില പൊട്ടിക്കളിയല്ല, അവർക്ക് നേരത്തെ ഇൻസ്റ്റാഗ്രാം ചാനലൊക്കെ ഉണ്ടായിരുന്നു. അവർ നല്ല സ്മാർട്ടായിട്ട് നല്ല അവതരണവും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ കുക്കിംഗ് വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. അത് ഞാൻ ആ വീഡിയോ നേരത്തെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുമുണ്ട്. സോ അതുകൊണ്ട് തന്നെ അവർക്ക് അത്യാവശ്യം ബുദ്ധി ഉണ്ടെന്നാണ് ഇത് കണ്ടിട്ട് തോന്നുന്നത്. കാരണം ബാലയുടെ സ്വഭാവം കൃത്യമായിട്ട് അവർ പഠിച്ചിട്ടുണ്ട്. എന്തായാലും ഒന്നെങ്കിൽ ബാല അല്ലെങ്കിൽ 250 കോടി ഇതിൽ ഏതെങ്കിലും കൊണ്ടേ അവർ പോകത്തുള്ളൂ. അവർ ഇത്രയധികം ഉപയോഗിക്കുന്നതിന് അവർ എന്തെങ്കിലും പണി കൊടുക്കട്ടെ. എന്നാൽ തീർച്ചയായിട്ടും പറഞ്ഞ കണക്ക് ബാല വളരെ ക്രൂക്കഡായിട്ട് കളിച്ച ഒരു ഗെയിം പ്ലാനാണ് എല്ലാ പെൺകുട്ടികളുടെയും വിവാഹത്തിന് മുകളിൽ ബാല എക്സിക്യൂട്ട് ചെയ്തൊരു കാര്യം കൃത്യമായിട്ട് നമ്മുടെ നിയമവശം പറയുകയാണെങ്കിൽ ഒരാളെ ലീഗലി വെഡ് ചെയ്താൽ മാത്രമേ, അല്ലെങ്കിൽ വിവാഹം രജിസ്റ്റർ ചെയ്താൽ മാത്രമേ അയാളുടെ സ്വത്തുക്കൾക്ക് അവകാശമോ അല്ലെങ്കിൽ അയാൾക്ക് ഒരു സ്റ്റേജിനപ്പുറം ഈ ഒരു ബന്ധത്തിൽ നിന്ന് പിന്മാറുന്ന സമയത്ത് ജീവനാംശം കൊടുക്കേണ്ട ആവശ്യമോ ഉണ്ടാകത്തുള്ളൂ. ഇല്ലെങ്കിൽ വിവാഹം ലീഗലി രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ജീവനാംശം കൊടുക്കേണ്ട ഒരു അവസ്ഥ നമ്മുടെ നിയമ സംവിധാനങ്ങൾ നിഷ്കർഷിക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഇനി ഈ കേസ് തന്നിലേക്ക് നീളുന്നൊരു അവസരത്തിൽ അഡ്വക്കേറ്റ്സിൻ്റെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിയമവൃന്ദങ്ങളിലേക്ക് അടിസ്ഥാനത്തിലായിരിക്കാം ഒരുപക്ഷെ കോകിലയെങ്കിലും രജിസ്റ്റർ മാരേജ് ചെയ്യാം എന്നുള്ള ഒരു സ്റ്റേജിലേക്ക് ബാല എത്തിയത്. എന്തായാലും 1 മാസത്തിനകം എന്താണ് ഇടപ്പള്ളി രജിസ്റ്റർ ഓഫീസിൽ നടത്തിയ രജിസ്ട്രേഷൻ എന്ന് താനും കോകിലയും അന്ന് മാധ്യമങ്ങളോട് പറയുമെന്നതാണ് ബാല പറഞ്ഞിരിക്കുന്നത്.